ചേച്ചി അവിടെ എന്തോ കാര്യമായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാനൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ചേച്ചി എന്താണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരെന്താണെന്നറിയോ? ഗോക്കമോൾ. അതിന് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ പേരാണ് അവക്കാഡോ. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ഗോക്കമോൾ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ഡിപ്പാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിപ്പ്. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവക്കാഡോ ഇവിടെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഉളുത്ത സാധനം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ സവാള പൊടിയായിട്ട് എരിഞ്ഞത്, നാരങ്ങ നീര്, തക്കാളി പൊടിയായിട്ട് എരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, ജീരകപ്പൊടി, ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഉപ്പ്. അപ്പം നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എടുക്കുമ്പം അവക്കാഡോ നല്ല അത്യാവശ്യം പഴുത്തൊരു അവക്കാഡോ വേണം എടുക്കാൻ, അല്ലെങ്കിൽ മറ്റേത് അതായത് പച്ച അവക്കാഡോ മാഷ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള എടുത്ത് ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ന്യൂട്രൽ ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്. ഇതിന് മധുരവും ഇല്ല പുളിയും ഇല്ല, പക്ഷെ നല്ല ന്യൂട്രിഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എന്താ പറയുക തക്കാളി ഇടാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീരൊഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജീരകപ്പൊടി ഇടാം. ശക്കല ഇട്ടാൽ മതി, ഒരു നുള്ളിട്ടാൽ മതി. ഇത്ര എഴുതി ധാരാളം, ഇത്ര മതി ധാരാളം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇടാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നമ്മുടെ മല്ലിയില. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അതെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗോക്കമോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അധികം ഫ്ലേവറില്ലാത്ത ചിപ്സിൻ്റെ കൂടെ അതെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. കണ്ടോ, ഇങ്ങനെ എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് സ്പ്രെഡായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.